ഇത് നമ്മുടെ വീടിനടുത്തുള്ളൊരു റീജിയണൽ ആർട്ട് ഗ്യാലറിയാണ് കേട്ടോ. പറഞ്ഞാൽ കേൾക്കണ പിള്ളേരാണ്, അതുകൊണ്ട് അത് കണ്ടോ ഓടുന്നുണ്ടോ. അങ്ങനെ പിള്ളേരെ കൊണ്ട് അകത്ത് കയറി നമ്മൾ അതിൻ്റെ ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങിയപ്പം കാണുന്ന കാഴ്ചയാണിത്. ഇവിടെ ആർട്ട് ചെയ്യുന്ന പിള്ളേരും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവർ ചെയ്തിട്ടേക്കുന്നുണ്ടോ. നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ, പ്ലാസ്റ്റിക്കും ഉണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതിന് ജാപ്പനീസ് ഗാർഡൻ എന്നും പേരുണ്ട് കേട്ടോ. അപ്പം നമ്മൾ 6 പേര് ഒരുമിച്ചാണ് വന്നത്. അവരൊക്കെ വേറൊരു വഴിയിലൂടെ അപ്പുറത്തോട്ട് പോയി. ഞാനിങ്ങനെ നല്ലൊരു ചെറിയ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാതയുണ്ട് നടക്കാനായിട്ട്. അത് റൗണ്ട് വെച്ച് ചെല്ലുമ്പോഴത്തേക്ക് അവർ അടുത്ത് ചെല്ലും. അങ്ങനെ ഞാനത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് നല്ല ഭംഗിയായിട്ട് തോന്നി. അതിപ്പോൾ ഞാൻ അതിൽ കൂടെ നടന്നു. ഇവിടെ എത്തിയപ്പോഴത്തേക്ക് അതിൻ്റെ അടുത്ത് തന്നെ ഒരു കുളമുണ്ട് കേട്ടോ. അപ്പോൾ 2-3 പോണ്ട് ഒരുമിച്ചാണേ. അപ്പോൾ ഈ കുളത്തിനകത്ത് ഞാൻ നോക്കിയപ്പം കുറേ മീനുകൾ, കുറച്ചേ ഉള്ളൂ. നല്ല വെളുത്ത നല്ല വെളുമ്പിമാരതേ വരുന്ന കണ്ടില്ലേ. അവളുമാരെ കണ്ടപ്പോഴത്തേക്ക് ഞാൻ അവിടെ നിന്ന് പെതുക്കി നിന്നു, അവളുമാരെ നോക്കിക്കൊണ്ടിരുന്നു. പിന്നെ തൊട്ടടുത്തപ്പുറത്തായിട്ട് ഒരു താറാവും ഉണ്ടായിരുന്നു കേട്ടോ. വരുന്ന കണ്ടില്ലേ, നല്ല എന്നാ രസമല്ലേ. ഈ താറാവുകളൊന്നും ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഈ പ്രാവശ്യം വന്നപ്പോഴത്തേക്ക് എൻ്റെ പൊന്നെ എന്തോരം താറാവുണ്ടെന്നറിയാമോ ഇവിടെ എനിക്ക് തോന്നുന്നു താറാവ് ഇത്രയും വരാൻ കാര്യം, ഇവിടെ നമുക്ക് ഫിഷിന് ഫീഡ് ചെയ്യാൻ പറ്റും. ഇവിടെ അകത്തുനിന്ന് $2 കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരു പാക്കറ്റ് ഫിഷ് ഫുഡ് കിട്ടും. അപ്പം ഇവിടെ ആൾക്കാർ വന്ന് കൊടുക്കുമ്പോഴത്തേക്ക് ഈ വെള്ളത്തിനകത്തോട്ട് ഇടുമ്പോഴത്തേക്ക് ഈ താറാവ് വന്ന് താറാവും ഫിഷും എല്ലാം കൂടെ ഒരുമിച്ചാണ് കഴിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഇഷ്ടം പോലെ താറാവുണ്ട് ഇവിടെ. അങ്ങനെ കുറച്ച് നേരം ഞാൻ ഇവരേക്ക് നോക്കി ഇരുന്നിട്ട് ഞാൻ വീണ്ടും നടന്ന് ഇവിടെ എത്തി കേട്ടോ. അവരുടെ ഏകദേശം അടുത്തെത്തി. ഇവിടെ നല്ല രസമാണ് കാണാൻ കേട്ടോ. എന്തോരം താറാവാന്ന് നിങ്ങൾ നോക്കി. വെള്ളത്തിലും കരയിലും ഒക്കെ ആയിട്ട് ഒരുപാട് താറാവ്. ഈ താറാവിനെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. ഈ ആണിനാന്ന് തോന്നുന്നു, കഴുത്തിൽ കൂടെ പച്ച കളറുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ. ഇതിനകത്ത് കാണാൻ പറ്റും നിങ്ങൾക്ക് അതിനെ. കണ്ടില്ലേ, അവിടെ 4 സംഘം നിന്ന് മീനെയും താറാവിനെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നേ. ഈ ഫിഷിനെ പറ്റി പറയുവാണെങ്കിൽ അതിനെയും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. എനിക്കറിയില്ല എന്തോരം കളറുണ്ടെന്ന്. പറയുവാണെങ്കിൽ ചുമപ്പുണ്ട്, പിങ്ക് എന്ന് പറയാം, പിന്നെ വെള്ള, പിന്നെ ഏകദേശം ഒരു ബ്ലൂ കളറ്, പിന്നെ ഈ കളർ എല്ലാം കൂടെ മിക്സ് ചെയ്ത മീനുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ എത്ര നേരം വേണമെങ്കിലും നമുക്കിവിടെ നോക്കി ഇന്ന് പോകും. അതേപോലത്തെ ഒരു സ്ഥലമാണിത് കേട്ടോ. അപ്പം ഞാനിവിടെ വന്നിട്ട് അവിടെ ഒരു ചെറിയൊരു പാലവും ഒരു വാട്ടർഫോളും ഉണ്ട്. നല്ല ഭംഗിയാണത് കാണാനായിട്ട്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു ഞാനിപ്പം വരാമെന്നും പറഞ്ഞിട്ട് അങ്ങോട്ടുള്ള പോക്കാണേ. എല്ലാം നോക്കറോയി, എല്ലാം വാങ്ങി തുറന്നിരിക്കുന്നേ. കിട്ടിയിരുന്നത് കറി വെക്കായിരുന്നു. ചുമ്മാ പറഞ്ഞാലോ.
കണ്ടോ എന്തുവാ എത്ര ഫുഡിനോ? പേടിയില്ല. ഇവിടെ നമ്മൾ ഫിഷിന് ഫുഡ് മേടിക്കാൻ ചെന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞായിരുന്നു താറാവിനെ ഫീഡ് ചെയ്യാൻ പാടില്ല, അത് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന കവറ് കൊത്തി എടുത്തുകൊണ്ട് പോകുമെന്നൊക്കെ. പക്ഷേ ഇവിടെ വന്നപ്പം തന്നെ ഓൾറെഡി ആൾക്കാർ കയ്യിലും ഫീഡ് ചെയ്യുന്നൊക്കെ കണ്ടായിരുന്നു. നമ്മളും അതുപോലെയൊക്കെ ഏകദേശം ഈ വീഡിയോ കാണുന്ന പോലെ ചെയ്തായിരുന്നു. പക്ഷേ ആരോ പോയി പറഞ്ഞു കൊടുത്ത് നമ്മുടെ അടുത്ത് പിന്നെ അവരൊന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തായിരുന്നു, പിള്ളേരതേ ഓടിക്കുന്നു ചാടിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവിടെ ഞങ്ങൾ കുറേ നേരം സ്പെൻഡ് ചെയ്തു കേട്ടോ. എത്ര നേരം വേണമെങ്കിലും നമുക്ക് ഇരിക്കാൻ തോന്നും, അതുപോലത്തെ ഒരു സ്ഥലമാണ്. നമ്മൾ എലോണൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ പറയണ്ട, ഇങ്ങനെ നമ്മൾ ഇരുന്ന് പോകും. പിന്നെ അത്രമാത്രം നല്ല സ്ഥലമാണ്, സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ.